ഹായ് മക്കളെ, നമ്മളിനി പറയാനുള്ളത് ജോമെട്രിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നൊരു ഭാഗമാണ്. അതിനു മുൻപ് നമുക്ക് എന്താണ് മൾട്ടിപ്ലിസിറ്റി എന്നുള്ളതൊന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ സപ്പോസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ എനിക്ക് സം എക്സ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കുക. ഞാൻ പറയുകയാണ് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് വൺ ഓഫ് ദ റൂട്ടാണ്, ഒരു റൂട്ടാണ് എന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ എക്സിന് പകരം എ ഇട്ട് കൊടുത്താൽ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എ വരും. എ മൈനസ് എ ഹോൾ റേസ് ടു എം എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. പക്ഷേ ഇവിടെ ജി ഓഫ് എ എന്ന് പറയുന്ന ഒരാൾ വരും അല്ലേ, ജി ഓഫ് എ വരും. ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എടുക്കുന്നത്. ജി ഓഫ് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എ എന്ന് പറയുന്നത് ഒരു റൂട്ടായിട്ട് മാറും. ആരുടെ? ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ. എന്ന് വെച്ചാൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ജി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആകുമ്പോൾ അതിന് വീണ്ടും നമുക്കൊരു എക്സ് മൈനസ് എ വരുമ്പോൾ അത് എക്സ് മൈനസ് എ ഹോൾ റേസ് ടു എം പ്ലസ് 1 നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഡെഫിനിഷനിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് ഓർഡർ എം എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിലൊരു പോളിനോമിയലുണ്ട് എഫ് ഓഫ് എക്സ്, അതിനെ എനിക്ക് എക്സ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാനായിട്ട് സാധിക്കണം. വേറെ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയണത് റൂട്ടാണെങ്കിൽ, ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഇവിടെ എക്സ് മൈനസ് എ ഹോൾ റേസ് ടു വെച്ചാൽ നമ്മുടെ റൂട്ടിനെ ഞാൻ ഫാക്ടർ ആക്കി എടുത്തു. അത് എത്ര തവണ ഉണ്ട് എന്ന് പറയുന്നത് എം തവണ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ പറയാറുള്ളത് മൾട്ടിപ്ലിസിറ്റി എം എന്നാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് ഓർഡർ എം എന്നാണ് നമ്മൾ പറയാറുള്ളത്. സപ്പോസ് ഇതേ സാധനത്തിന് ഇപ്പോൾ ഞാൻ എമ്മിന് പകരം 1 കൊടുത്തു എന്ന് വിചാരിക്കുക, എമ്മിന് പകരം 1 കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയിട്ടുണ്ടാകും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ അവിടെ ഹോൾ റേസ് ടു എമ്മിന് പകരം 1 ഇൻറ്റു ജി ഓഫ് എക്സ് എന്നായിട്ട് മാറി. അവിടെ മൾട്ടിപ്ലിസിറ്റി എം എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി 1 ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സിമ്പിൾ റൂട്ട് എന്നാണ് പറയാറുള്ളത്. എന്താ നമ്മൾ പറയാറുള്ളത്? സിമ്പിൾ റൂട്ട് എന്നാണ് പറയാറുള്ളത്. സിമ്പിൾ റൂട്ട് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് നമ്മളിവിടെ കുറച്ച് ഡെഫിനിഷനുകളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ജോമെട്രിക് ഇംപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്ലിസിറ്റി എന്നുമായി ബന്ധപ്പെട്ട് ഈ മൾട്ടിപ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം. സപ്പോസ് ദാറ്റ് പി ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ വിത്ത് റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി എം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ് വിത്ത് റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി എം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ആർ. എക്സ് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്ന റൂട്ടിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിലെ മൾട്ടിപ്ലിസിറ്റി എം ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും? എക്സ് മൈനസ് അവിടെ എ ആണ് ഞാൻ പറഞ്ഞത് റൂട്ടായിട്ട് കൺസിഡർ ചെയ്ത്, ഇവിടെ എക്സ് ഈക്വൽ ടു ആർ ആയതുകൊണ്ട് ഇവിടെ എക്സ് മൈനസ് ആർ ഹോൾ റേസ്റ്റ് അവിടെ മൾട്ടിപ്ലിസിറ്റി എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മൾട്ടിപ്ലിസിറ്റി എം ആണ് എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതാ? മൾട്ടിപ്ലിസിറ്റി എം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിസിറ്റി എം. അപ്പോൾ ഹോൾ റേസ് ടു എം ഇൻറ്റു ഫാക്ടർ അല്ലാത്ത ഒരാൾ കൂടെ ഉണ്ടാവും, അയാളെ ഞാൻ തൽക്കാലം ജി ഓഫ് എക്സ് എന്ന് ഞാൻ വിളിച്ചു. വേർ എക്സ് ഈക്വൽ ടു ആർ എന്ന് പറയുന്ന പോയിന്റിൽ ജി ഓഫ് എക്സ് ഒരിക്കലും എന്താവില്ല? ഈക്വൽ ടു 0 ആവില്ല. എന്ന് വെച്ചാൽ എന്താ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക? ജി ഓഫ് ആർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ജി ഓഫ് ആർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു 3 കണ്ടീഷൻ പറയുന്നുണ്ട് അല്ലേ. എന്താണ് 3 കണ്ടീഷൻ എന്നൊന്ന് നോക്കൂ. ആദ്യത്തെ കണ്ടീഷൻ എന്താ? ഇഫ് എം ഈസ് ഈവൺ, എം ഈവൺ ആകുമ്പോൾ
then the graph of y equal to p of x is tangent to the x-axis at x is equal to r. x is equal to r എന്ന് പറയുന്ന പോയിന്റിൽ m ഈവൺ ആകുമ്പോൾ y is equal to p of x എന്ന് പറയുന്ന ആളുടെ ടാൻജൻറ്റ് എക്സ് ആക്സിസിനോട് അനുസരിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ക്രോസ് ദ എക്സ് ആക്സിസ്. ദ എക്സ് ആക്സിസിന് എന്ത് ചെയ്യില്ല, ക്രോസ് ചെയ്യില്ല. ആൻഡ് ഡസൻ ഹാവ് ആൻ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഹിയർ. അവിടെ എന്തില്ല എന്നാണ് പറയണത്, ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അവിടെ എന്തുണ്ടാവില്ല, ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലിസിറ്റി ഈവൺ ആണോ ഓടാണോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇനി എം ഓടാണെങ്കിൽ എന്താ പറയണത്, ആൻഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഗ്രാഫ് ഈസ് ടാൻജൻറ്റ് ടു എക്സ് ആക്സിസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ആർ. ഗ്രാഫ് എന്ന് പറയുന്നത് ടാൻജൻ്റ് ആയിരിക്കും ടു എക്സ് ഇസ് ഈക്വൽ ടു ആർ എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്രോസസ് ദ എക്സ് ആക്സിസ് ദേർ. അവിടെ വെച്ച് അത് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുകയും അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഹാവ് ആൻ ഇൻഫ്ലക്ഷൻ പോയിന്റ് ദേർ. അവിടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ എന്തുണ്ട്, ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ട്. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്താ പറയുന്നത്, ഇഫ് എം ഇസ് ഈക്വൽ ടു 1 സോ ദാറ്റ് ദ റൂട്ട് ഈസ് സിമ്പിൾ. എം 1 ആവുന്ന സമയത്ത് നമ്മൾ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ റൂട്ടുകൾ എന്നുള്ളത്. അപ്പോൾ എം 1 ആവുമ്പോൾ അതിന് നമ്മൾ സിമ്പിൾ റൂട്ടുകൾ എന്ന് വിളിച്ചു. ദ ഗ്രാഫ് ഈസ് നോട്ട് ടാൻജൻറ്റ് ടു ദ എക്സ് ആക്സിസ്. ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് ടാൻജൻ്റ് ആയിരിക്കില്ല. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ആൻഡ് ക്രോസസ് ദ എക്സ് ആക്സിസ് ദേർ. അത് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നു, പക്ഷെ അവിടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാവുമോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അവിടെ നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാവുമെന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ ഓൾറെഡി ഇൻഫ്ലക്ഷൻ പോയിന്റ് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞ് കഴിഞ്ഞ കാര്യമാണ് അല്ലേ. എപ്പോഴാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു, കോൺകേവിറ്റിയുടെ കാര്യം പറഞ്ഞു. അതിനുശേഷം ഇൻഫ്ലക്ഷൻ പോയിന്റുകൾ എപ്പോഴാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടിയിലൊരു ചോദ്യം ഉണ്ട്, നോക്കി നോക്കൂ. ക്വസ്റ്റ്യൻ എന്താ പറയണത് എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഗ്രാഫ് കണ്ടോ, ഈവൺ മൾട്ടിപ്ലിസിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാ എം ഈവൺ ആണെന്നുണ്ടെങ്കിൽ റൂട്ട്സ് ഈവൺ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടാൻജൻറ്റ് ടു എക്സ് ആക്സിസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ആർ. എക്സ് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് ടാൻജൻ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ക്രോസ് ദ എക്സ് ആക്സിസ് ദെയർ. അത് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് ഓഡ് മൾട്ടിപ്ലിസിറ്റി ആണെങ്കിൽ എന്നാ പറഞ്ഞത്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് എക്സ് ആക്സിസിന് ടാൻജൻ്റ് ആവുകയും അതവിടെ ക്രോസ് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആൻഡ് ഇറ്റ് ക്രോസസ് ദെയർ, അതുകൊണ്ട് തന്നെ അവിടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ട് അല്ലേ. സിമ്പിൾ റൂട്ടാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ടാൻജൻ്റ് അല്ലതാനും അവിടെ എന്തും കൂടെ പ്രശ്നമുണ്ട്, അവിടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടോ നമുക്ക് പറയാൻ കൃത്യമായിട്ട് സാധിക്കില്ല. അവിടെ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, മേക്ക് എ കൺജക്ചർ അബൌട്ട് ദ ബിഹേവിയർ ഓഫ് ദ ഗ്രാഫ് എക്സ് ക്യൂബ് ഇൻറ്റു 3x മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ സ്വഭാവം വെച്ച് നമ്മളിപ്പോൾ ഒരു ചോദ്യത്തിനെ കിട്ടി, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിനെ നമ്മളിപ്പോൾ മൾട്ടിപ്ലിസിറ്റിയിലേക്ക് എഴുതണം അല്ലേ. മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് റൂട്ട് കാണണം. റൂട്ട് കാണുക എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു 0. ശരിക്കും പറഞ്ഞാൽ അതിനെ അവിടെ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഇൻ്റർസെപ്റ്റ് എപ്പോഴെങ്ങനെയാണ് നമ്മൾ എപ്പോഴാണ് കാണുക, y 0 ആകുമ്പോൾ. എക്സ് ആക്സിസിന് എത്ര പ്രാവശ്യം കൂട്ടി മുട്ടിയെന്നാണ് ചോദിക്കണത് അവർ അല്ലേ. എക്സ് ആക്സിസിലൂടെ എത്ര പ്രാവശ്യം അത് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് കാണേണ്ടത്. അപ്പോൾ y is equal to 0 എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ, ഒരു മിനിറ്റ്,